കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് എണ്ണ തേച്ചൊരു കുളി, മരുന്ന് കഞ്ഞി ഉണ്ടാക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ. അമ്മ ഒരു അംഗനവാടി ഹെൽപ്പറായിരുന്നു. അപ്പോൾ ഇരിങ്ങല്ലൂർ കുറ്റിത്തറമ്പിൽ സ്കൂളിൽ വെച്ചിട്ട് ടീച്ചേഴ്സിൻ്റെയും ഹെൽപ്പേഴ്സിൻ്റെയും ഒക്കെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കൂടെ ചെല്ലണം. അവിടെ ഫോമോ എന്തൊക്കെയോ കാര്യങ്ങൾ ഫില്ല് ചെയ്യാണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആരെങ്കിലും കൂടെ കൂട്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ രാവിലെ ഒരു 8 മണിയാകുമ്പോഴേക്ക് പുറപ്പെട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 9-9:15 ആയപ്പോഴേക്കും ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. ഞാനും അമ്മയും അമ്മേൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ടീച്ചറാണ് ഇന്ദിര ടീച്ചർ. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം എത്തിയിട്ടുള്ളത് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിലായിരുന്നു. അപ്പോൾ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ ഒരു ഭിക്ഷക്കാരി ഇങ്ങനെ കൈനീട്ടി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആരും പൈസ കൊടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ അവർ വേഗം ചോദിച്ചു ചായ എന്തെങ്കിലും വാങ്ങി തരുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ ചായ വാങ്ങി തരാമെന്ന് പറഞ്ഞ് ഞാൻ ഹോട്ടലിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഇരുന്ന് അവിടെ പോയിട്ട് ചായയും പഴംപൊരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടും എന്നോട് ചോദിക്കുകയാണ് പൈസ കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ചായയും പഴംപൊരി വാങ്ങിയതല്ലേ, അപ്പം ഇനി പൈസ ഒന്നുമില്ല, അത് കഴിച്ചിട്ട് പോയിക്കോളൂ, പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് പോകുന്നു. ശരിക്കും ഇവരൊക്കെ ഒരു ഭിക്ഷാടന മാഫിയയുടെ കണ്ണികളാണ്. അപ്പോൾ ഇവർക്ക് ഒരിക്കലും കയ്യിൽ പൈസ കൊടുക്കരുത്. സത്യം പറഞ്ഞാൽ അവരെ നമ്മൾ ഭക്ഷണം വാങ്ങി തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ അടുത്ത് ചായ വാങ്ങി തരുക. പക്ഷേ ഞാൻ ചായ വാങ്ങി കൊടുക്കുകയാണ് ചെയ്തത്. പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരുടെ ഇടയിലേക്കാണല്ലോ ഞാൻ പോയത്. അപ്പോൾ ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അവരെ കൂടെ കൂടിയപ്പോൾ അവർ ഫുള്ള് പുതിയ വൈബിൻ്റെ ആൾക്കാരാണ്. പഴയ കഥകളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് കളിയും ചിരിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും ഒത്തിരി എൻജോയ് ചെയ്തിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് 12:30. പിന്നെ ഞങ്ങൾ കോട്ടക്കലെത്തിയപ്പോൾ ആദ്യം തന്നെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കുക ചെയ്ത്. വിശപ്പിൻ്റെ അതിപ്രസരണം കാരണം വീഡിയോ പോയിട്ട് ഫോൺ പോലും ഞാൻ മറന്നുപോയി. ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് ഈ കോട്ടക്കൽ ആയുർവേദശാലയിൽ പോയിട്ടുള്ളത് പണ്ട് എനിക്കൊരു 8-10 വയസ്സുള്ള സമയത്ത് എൻ്റെ അച്ഛൻ നടുവേദനയായിട്ട് ഉഴിച്ചിലിന് കിടന്നിരുന്നു 1-2 മാസം. ആ ടൈമിൽ പോയതാണ് എനിക്ക് നല്ലൊരു ഓർമ്മ. അത് എമ്മാട് എത്തിയപ്പോൾ തന്നെ ഞങ്ങളെ കുക്കുഡൂസ് വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു കേട്ടോ. കുക്കുഡൂസ് ഞങ്ങളെ പുകിയൂർ ബസ്സാണ്. ഞങ്ങളുടെ പുകിയൂർ ഒരു കുഞ്ഞു ഗ്രാമം കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ബസ്സൊന്നും ഉണ്ടാവില്ല. അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ബസ് ഓടുന്ന ഒരു റൂട്ടാണ് ഞങ്ങളെ പുകിയൂർ. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറും കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ. അപ്പം ഇനി രാത്രിയത്തേക്ക് ഉള്ളത് മാത്രം ഉണ്ടാക്കണം. നല്ല മടിയായി ഇനി രാത്രിയത്തേക്ക് ചോറും കറിയൊക്കെ ഒരു നേരത്തേക്ക് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പം ന്യൂഡ്സും ഫ്രൂട്ട്സ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം. അപ്പം ഇനി വൈകുന്നേരം വലിയ പണിയൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.